ഹലോ, പ്രിയമുള്ളവരെ, സംസ്കാര സാഹിതി നടത്തുന്ന ആക്ഷേപഹാസ്യ നാടകം ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. 10-30 മിനിറ്റ് നീളുന്ന വളരെ മനോഹരമായ, ചിരിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഉതകുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാക്യാർ പറഞ്ഞ പല കാര്യങ്ങളും കൊള്ളേണ്ട പലർക്കും കൊള്ളേണ്ട പോലെ കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടിട്ടുണ്ടാകും അല്ലേ? ഒരുമിച്ച് നിൽക്കുന്നവർ, ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവർ, തുടർന്നുള്ള മത്സരങ്ങളിൽ അവർ എതിരാളികളായി മാറിയേക്കാം. ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നേറിയ അവസാനം ഒരാൾ മാത്രം കളിക്കുന്ന കളി ബിഗ് ജോബ്സ്. കളിയിൽ വാശിയുടെ തന്ത്രങ്ങൾ മെനഞ്ഞ് പരസ്പരം പാരവെച്ചും കലഹിച്ചും തമ്മിൽ തല്ലിയും ഒരുമിച്ച് ഒരേ വീട്ടിൽ കഴിയുന്ന മത്സരാർത്ഥികളെ കാണാൻ നിങ്ങളെ ഞാൻ ബിഗ് ജോബ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ചെറിയ പണികളില്ല, വലിയ പണികൾ മാത്രം. ഇനി നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാൽ ഒരുത്തനെ തല്ലിക്കൊന്നു, ഒരുത്തനെ വെടിവെച്ചു കൊന്നു, ഒരുത്തനെ കുത്തിക്കൊന്നു. അയ്യോ, എന്റെ വായിന്ന് ഇതേ വരുത്തുള്ളൂ. അതിന്റെ കല്യാണ വീട്ടിലെ പാചകപ്പരയുടെ ടാർപ്പാറെടുത്തത് ഞാനിതൊന്നു പറഞ്ഞത് ഏതോ ഒരു വായി നോക്കി ഒളിക്യാമറയെ പിടിച്ചു എന്നെ ഒന്ന് വൈറലാക്കി എന്റെ വയറ്റ തടിച്ചു എന്ന് പറയാം. അയ്യോ, എന്റെ ലാൽ ജോസേ, ബിഗ് ജോബ്സേ, എന്റെ ലാലേ, ഈ ക്യാമറയൊക്കെ എവിടെയൊക്കെയാ വെച്ചിരിക്കുന്നത്? ക്യാമറയൊക്കെ എനിക്കിപ്പോ പേടിയാ. എനിക്ക് ഇത്തിരി സ്വസ്ഥത വേണം ബിഗ് ജോബ്സ്. പക്ഷെ അത്യാഗ്രഹം ആപത്താണ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്വർണത്തിനോടും ഡോളറിനോടുമുള്ള തന്റെ ഈ അത്യാർത്തി. ഹലോ സ്വപ്ന സഞ്ചാരി, ഇറങ്ങാറായി പെടങ്ങാറായി. ഈ കുരുത്തവൻ വെയിലത്ത് പാടില്ല, കൊക്കത്ര കുളങ്ങ. അത് ശരിയാ, എല്ലാം കുളമാക്കിയ ഒരു കൊക്കിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എടോ, തനിക്കറിയില്ലേ എന്നെപ്പറ്റി നമ്മുടെ സൈബർ തൊഴിലാളികൾ പറയുന്നത്? താൻ കേട്ടിട്ടില്ലേ? ഞാൻ ഇരട്ടച്ചങ്കനാണെന്ന്. ഇരട്ടച്ചങ്കൻ, അത് ശരിയാ, ഇരട്ടത്താപ്പൻ. ഒന്ന് പോടോ. അതറിയണമെങ്കിൽ കേരളത്തിന്റെ ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കണമെങ്കിൽ ഹിസ്റ്ററി പഠിക്കണം. കാണാൻ ഈ കെണിയാശാൻ ഇവിടെ വന്നിട്ടുണ്ട്. തന്റെ മുമ്പിൽ ഇങ്ങനെ കെണിയാശാൻ നിൽക്കുന്നുണ്ട്. താൻ ഈ കെണിയാശാന് ഇനിയും അറിയാനുണ്ട് അനിയാ. കാണാം. ആഹാ, എങ്കിൽ കാണാം. ആഹാ, കൊള്ളാം. എന്തിനാ കൊച്ചേ നീ ആ CMR-കാരുടെ ഇന്ന് മാസപ്പടി വാങ്ങിയത്? അതുകൊണ്ടല്ലേ ആദായ വകുപ്പുകാരെല്ലാം കൂടെ നമുക്കതിൽ തിരിഞ്ഞിരിക്കുന്നത്. ഇനി എന്താവോ എന്തോ. എന്താന്നറിയില്ല, കൈയിട്ട് വാരിയ പണം എത്ര വീട്ടിലുണ്ടെങ്കിലും പണം കാണുമ്പോ വീണ്ടും ഒരു ആർത്തിയാ. 10 ഗുണം 10 ഗുണം. ആരും അടുപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പോ വീണ്ടും എത്തിയിരിക്കുക. എന്തിനാ? ഒരു ചക്ക വീണ് മുയൽ ചത്തൂന്ന് കരുതി എപ്പോഴും ചക്ക വീണ് മുയൽ ചാവൂന്ന് കരുതിയ ആദിവാസപ്നം ഇവിടെ ഇനി നടക്കില്ല. ഈ ബിരുദന്മാരുടെ കഥകള് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് രസിക്കും. പക്ഷേ അതിനേക്കാൾ രസിക്കും അതങ്ങോട്ട് നേരിട്ട് കണ്ടാല്. അതിനെന്താ വഴി? ഉണ്ടല്ലോ, വഴിയുണ്ട്. എന്താ അത്? അവർ ഈ ബിഗ് ജോബ്സിനുള്ളിലുണ്ട്. അപ്പോ അവരെ അങ്ങോട്ട് കാണാനായിട്ട് നിങ്ങൾ റെഡിയാവുക. നോം ഇവിടൊക്കെ തന്നെ ഉണ്ടാവും, ഒരു ക്യാമറ കണ്ണായിട്ട്. ഗുഡ് മോർണിംഗ്. യെസ്. ആമോസ് പറഞ്ഞിരുന്നു. എന്നെ കണ്ടപ്പോൾ റാപ്പ് സിംഗറാണെന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ? സത്യത്തിൽ എനിക്ക് പാടാൻ അറിയില്ല. ട്രൈ ചെയ്യുന്നുണ്ട്. റാപ്പിനാണല്ലോ ഇപ്പോൾ ഡിമാൻഡ്. പക്ഷേ ഡ്രസ് കോഡും ലുക്കും പൊളിച്ചു അല്ലേ? താങ്ക് യു. പക്ഷേ ലുക്ക് കൊണ്ട് മാത്രമായില്ല,
പൊളിറ്റിക്സ് എന്നത് ഒരു ട്രിക്സ് ആണ്. തന്ത്രപരമായ നീക്കത്തിനാണ് അവിടെ പ്രാധാന്യം. തന്ത്രങ്ങളിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും ശത്രുവിനെയും മിത്രങ്ങളെയും ഒരേപോലെ ഫീൽ ചെയ്തുള്ള അനുഭവ പരിജ്ഞാനമാണ് മന്ദാരത്തെ വ്യത്യസ്തമാക്കുന്നത്. മന്ദാരം എന്നത് ഒരു ചെടിയുടെ പേരല്ലേ? നോ 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 നോ. ഇന്ത്യയിലെ നമ്പർ 1 PR ഏജൻസിയാണ് മന്ദാരം. പ്രമുഖ സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും PR ചുമതല മന്ദാരത്തിനാണ്. മന്ദാരത്തിന്റെ തലമുറയിൽ വാണവരുമുണ്ട്, വീണവരുമുണ്ട്. അതെനിക്കറിയില്ല. അതിന്റെ ഉടമയും MD-യുമാണ് സർ. ഞാൻ അതിന്റെ കേരള ഇൻചാർജ് ധന്യ. വെരി നൈസ്. താങ്ക് യു. ഞാൻ മഞ്ചാടിയുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്നത് അമ്മോസിന്റെ കടുത്ത നിർബന്ധമാണ്. എനിക്ക് നോ പറയാൻ കഴിയില്ല. ആദ്യഘട്ടത്തിൽ നമുക്ക് പ്രമോഷൻ വർക്കുകൾ പൊലിപ്പിക്കണം. വ്യൂസ്, ലൈക്ക്, കമന്റ് ഇരട്ടിയാക്കണം. സെൽഫ് പ്രൊമോഷനിലും സെൽഫി പ്രൊമോഷനിലും ഞാൻ ഇപ്പോഴും ഒന്നാമതാണ്. അത് പോരാ. സ്വന്തം മുഖം നാട്ടുകാരെ കാണിക്കുന്നതല്ല സെൽഫ് പ്രൊമോഷൻ. നൂതനമായ പദ്ധതികൾ അവതരിപ്പിക്കണം. അതിന്റെ പിന്നിലെ മുഖം മഞ്ചാടികളാണെന്ന് വരുത്തി തീർക്കണം. ഐ ലവ് കോഴിക്കോട് എന്റെ മാത്രം ഐഡിയയായിരുന്നു. അതെന്ത് പദ്ധതിയാ? അതൊരു വലിയ ടൂറിസ്റ്റ് പദ്ധതിയാ. ഐ ലവ് കോഴിക്കോട് എന്ന ബോർഡ് വെച്ച് സഞ്ചാരികളെ സെൽഫി എടുക്കാൻ ആകർഷിക്കുന്ന പദ്ധതി. ആ സമയത്ത് സെൽഫി എടുക്കാനെത്തിയവരാ പാതയിലെ വിള്ളലിൽ വീണത്. ഒന്നര തകരം വളച്ച് ഉള്ളിൽ ട്യൂബ്ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് ഇത്ര വലിയ സംഭവമാണോ? ഇതാണോ നിങ്ങളുടെ വികസനം? മഞ്ചാടി സീരിയസ് ആവൂ, സീരിയസ് ആവൂ. CM 226, അതായത് ഭാവി കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതാണ് നമ്മുടെ ലക്ഷ്യം. അമ്മോസ് എന്നെ ഏൽപ്പിച്ച ദൗത്യം. മീഡിയ തീറ്റിയെടുത്തവരെ മീനുകൾ കാത്തിരിക്കും. തീറ്റിയിടാത്തവർ ഞാൻ എപ്പോഴും തീറ്റയിടാറുണ്ട്, പക്ഷേ ആളുകൾ ചവച്ചു തുപ്പുക. ടെൻഷൻ ആവണ്ട. ഇനി ആ കാര്യം മന്ദാരം നോക്കിക്കൊള്ളും. ആവശ്യത്തിന് മസാല ഇരട്ടി അല്പം പൊങ്ങച്ചവും ചേർത്ത് നമുക്ക് ജനങ്ങൾക്ക് മുന്നിലേക്ക് അറിയാം. അവരത് തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോളും. മഞ്ചാടി കേരള രാഷ്ട്രീയത്തിലെ നമ്പർ 1. ഓക്കെ അല്ലേ? ഒപ്പിക്കാം. പരിശീലനം നിർബന്ധം. ധന്യ, നോട്ട് ചെയ്യൂ. ഫിസിക്കൽ എക്സ്പേർട്ടുമായി കൺസൾട്ട് ചെയ്യണം. ആൾക്കൂട്ടം കണ്ടാൽ പതുക്കെ നടക്കാവൂ. ഇരുവശത്തും ഒരുപോലെ നോക്കണം. അതിനിടയിൽ സെൽഫി പുള്ളമായിരുന്നു. അവരുടെ കൂടെ ഒന്നവരുടെ സെൽഫി. ആരും എത്തിയില്ലെങ്കിൽ അതാണ് ചോദ്യം. നമ്മൾ അവരുടെ അടുത്ത് പോകുന്നു, ഫോൺ എടുക്കുന്നു, പിന്നെ ഒരു സെൽഫി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മൊത്തം ബ്ലോക്കാണല്ലോ. എടോ, ഒന്ന് ഇറങ്ങി നോക്കണോ? അയ്യോ, ഇവന്മാരുടെയൊക്കെ ലൈസൻസ് റദ്ദാക്കും. അപ്പൊ പഠിക്കും. സാറേ നടക്കൂല. എന്ത് നടക്കൂല? പോക്ക് നടക്കൂല. ഒരു വലിയ കുഴി, അതിനടുത്ത് ചെറിയ ചെറിയ കുഴികളാ. മൊത്തം ബ്ലോക്കാ. നീ കാര്യം വേണം. തൊട്ടടുത്ത് ഒരു കാറ് ബസ്സിന് സൈഡ് കൊടുത്തതാ. കുഴി ചാടി കൊടുക്കും. ആകെ ബ്ലോക്ക്, മൊത്തം ബ്ലോക്ക്. അപ്പൊ വണ്ടി തിരിച്ചു വിട്ടാലോ? അതൊന്നും പറ്റൂല. അത്താതിപ്പറമ്പില് നാട്ടുകാർ വന്ന റോഡ് ഉപയോഗം. കുഴി ചാടി നാല് പൊട്ടിയ കാരണവർക്ക് ചികിത്സയിച്ചില്ലോ. കൂടെ വീണവർക്ക് എണ്ണയും കൊണ്ടു വേണമെന്ന ഡിമാൻഡ്. യെസ് 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 യെസ്, ലൈവിന് പറ്റിയ സമയമാണിത്. സ്മൂത്തായി പൊളിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മന്ത്രി മഞ്ചാടി. ഓരോരുത്തരുടെയും സമയം വിലപ്പെട്ടതാണ്. കാളികാവ് കരുവാരക്കുണ്ട് റോഡ് ബ്ലോക്കാണ്. ജനങ്ങൾ എല്ലാവരും
ഒരേ സമയം വണ്ടിയുമായി ഇറങ്ങിയതാണ് ഉറപ്പുമായത്. തൽക്കാലം യാത്ര മതിയാക്കി എല്ലാവരും തിരികെ വീടുകളിലേക്ക് പോകണം. സാറിന്റെ ബുദ്ധി അപാരം തന്നെ. എല്ലാവരും തിരിച്ചു പോയാൽ റോഡ് ഫ്രീ ആവും. നമുക്ക് സുഖമായി പോകാം. മാത്രവുമല്ല ബ്ലോക്കിൽ നിന്ന് ഉയർന്ന ജനവികാരം വീട് കൂടിയാവും. ഉമ്മ ഉമ്മ കിളിയാറിന് എന്റെ സർ കമന്റ് വരുന്നുണ്ട്. വൺ അസ്കർ സുഖമാണോ? ലിജോ എവിടേക്കാ യാത്ര? പ്രീത ചാനലിൽ കണ്ടിരുന്നു. മറുപടി ടൈപ്പ് ചെയ്തോളൂ. സാർ തെറിയുമെന്ന് തുടങ്ങി. അത് കാര്യമാക്കേണ്ട. റോഡ് പണിയുടെ പണം പോക്കറ്റിലാക്കിയ വേട്ട വഴിയ. ഇനിയുള്ളത് വായിച്ചാൽ ഞാൻ കരയും. വേണ്ട വേണ്ട വേണ്ട, ലാപ്പ് വാങ്ങിക്കൂ. സാർ ദേശീയപാത തകർത്തു എന്ന പുതിയ വാർത്തയിൽ വരുന്നുണ്ട്. അത് നോർത്തിലായിരിക്കും. അല്ലല്ലേ, കേരളത്തിൽ. ശരിക്കും നോക്കണോ? മലപ്പുറത്താ? ആ പുതിയാണ് ദേശീയപാത 66 തകർന്നത്. നിർമ്മാണ അശാസ്ത്രീയതയാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഉമ്മറും കുടുംബവും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കരാർ കമ്പനിയും മന്ത്രിയും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാട് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. കേന്ദ്രത്തിന് അത് ഉത്തരവാദിത്വം. മന്ത്രി എന്ന നിലയിൽ താങ്കൾ ഇടപെടേണ്ടതല്ലേ? നിർമ്മാണം പരിശോധിക്കേണ്ടതല്ലേ? പണി ശരിയല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിശദീകരിക്കേണ്ടതല്ലേ? ഇതൊന്നും ഉണ്ടായില്ല. ദേശീയപാതയുടെ ക്രെഡിറ്റ് മുഴുവൻ സ്വന്തം പോക്കറ്റിലാക്കിയതാ കുഴപ്പമായത്. പണ്ടത്തെ തള്ള് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈറലാണ്. പിന്നെ അതിന്റെ പ്രവൃത്തി പുരോഗതി ഈ ഗവൺമെന്റ് 2021 മെയ് 20 അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പരിശോധിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു ടീമായി സൈറ്റുകളിൽ പോയി. ഓരോ ജില്ലയിലും മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്ത സൈറ്റുകൾ. സത്യം പറഞ്ഞ ആരന്റെ കുട്ടിന്റെ തന്തയായതാ കുഴപ്പമായി. പാർട്ടി ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും ഞങ്ങളെ കൈവിട്ടു. പാർട്ടിയിലും സർക്കാരിലും ഞാൻ ഒന്നാമനാകുമോ എന്ന ഭയമാണ് എല്ലാവർക്കും. അപ്പോൾ താങ്കൾ തന്നെയാണ് ഒന്നാമൻ. അതൊരു സത്യവുമാണല്ലോ. താങ്കളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തുരപ്പന്മാരെ നമുക്ക് ഫിനിഷ് ചെയ്യാം. അതിന് ആദ്യം അവരെ ഡാമേജ് ആക്കണം.